അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വന്നപാടും വേഗം പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും അമ്മ ചക്കി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ചായക്ക് ഇന്ന് കട്ടൻ ചായയും കേക്കും ആയിരുന്നു കേട്ടോ. അമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് പീസാണിത്. പിന്നെ പെട്ടിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ഗൈസ്, ഇവിടെ പാലിന് ഒടുക്കത്തെ ക്ഷാമമാണ്. എത്ര വാങ്ങിയാലും ഇവിടെ തികയൂല. അങ്ങനത്തെ ഒരവസ്ഥയാണ് എൻ്റെ വീട്ടിൽ പാലിന്. അപ്പോൾ കേക്കും കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിന് പോവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇന്ന് സൺഡേ വ്ളോഗാണല്ലോ. സൺഡേ വ്ളോഗിനൊരു വ്യത്യാസമുണ്ട്. ഞാൻ എന്നതെന്നും പോലെ 11:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. 12 മണിക്കാണ് എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ളത്. ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തോ വശപ്പിശക് തോന്നി. ആ വശപ്പിശക് തോന്നിയപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പം ആ വശപ്പിശക് എന്തുകൊണ്ട് തോന്നിയെന്നല്ലേ, അവിടെ ഒറ്റ ചെരുപ്പുകളില്ല, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. അപ്പോഴേ എനിക്ക് കത്തി, ഇന്ന് ഡാൻസ് ഇല്ല. ഞാൻ അവിടെ കയറി നോക്കുമ്പോൾ അവിടുത്തെ 2 സ്റ്റാഫ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഡാൻസ് സ്കൂളിൽ. അപ്പം എന്നോട് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ല, ഗ്രൂപ്പ് നോക്കിയില്ല. അങ്ങനെ ഞാൻ വെറുതെ പോയിട്ട് മടങ്ങി വന്നു. ആ വരുന്ന വഴിക്ക് എൻ്റെ വണ്ടിക്ക് നേരെ കാക്ക തൂറിയത് തപ്പാട് മുഖത്തേക്ക് തെറിച്ച്. അങ്ങനെ ഇന്ന് ചെറിയൊരു അബദ്ധം പറ്റിയ ദിവസമാണ്. കാരണം ഫോൺ നോക്കണേ, 24 മണിക്കൂർ റീൽസ് നോക്കി ഇരുന്നാൽ പോലെ ഫോണിൻ്റെ വാട്സപ്പും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിയും. വെള്ളം ഗ്രൂപ്പിലാണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ കാണുമോ അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1 മണിയായിട്ടുണ്ട്. 1 മണിക്കൊക്കെ നീ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കൂലേ? നിങ്ങളൊക്കെ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ കളിക്കുന്നുണ്ടാവും. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം? ചായ കുടിക്കണം. അതും നല്ല കട്ടൻ ചായയും പിന്നെ മിക്സറും കൂന്തിയും, ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 1 മണിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കട്ടൻ ചായയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമല്ലേ? നല്ല വെയിൽ വന്നു, മഴയൊക്കെ മാറി, വൈബ്. പിന്നെ ഇത് കുടിച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ട്രിപ്പിലേക്കുള്ള നമ്മൾ അന്വേഷിക്കണമല്ലോ. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കൈപ്പൊക്കെയും കൈയും വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കിട്ടില്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ ഉണക്ക് മത്തി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന ആ സാധനം എന്താണെന്നറിയോ? നമ്മളെ തേങ്ങ അരയാത്തത്. പിന്നെ രാവിലെ നന്നാക്കി ചക്കയും അമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറുമായിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കറികളൊക്കെ കാണിച്ചു തന്നില്ലേ, പക്ഷെ എന്തോ ഒരു ഗുമ്മ കിട്ടുന്നില്ല ഫുഡേക്ക്. ഇപ്പം സമയം 3:30 ആയിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങളങ്ങ് അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. എന്താ ഉണ്ടാക്കുന്നത് ഞാൻ കാണാം. അതെ ഗൈസ്, അതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റേതായ സ്പെഷ്യൽ എന്തേലും വേണം. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള, ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയിനകത്ത് കുരുമുളക് മാത്രം പൊട്ടിച്ചട വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ ചൂടായി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഉള്ളിൽ ഉരുളക്കിഴങ്ങൊക്കെ നല്ല അത്യാവശ്യം വെള്ളത്തിൻ്റെ കണ്ടന്റ് അധികമാണ്. അപ്പോൾ മേത്തേക്ക് പൊട്ടിത്തെറിച്ച് മുഖം ആകെ വികൃതമാകും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കുക ചേട്ടാ. അതായത് വഴറ്റിയെടുക്കുക ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കും. അപ്പോഴത്തേന് ഇത് ഒരു വേഗത്തിൽ വേവും കേട്ടോ. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വേഗത്തിൽ വേവും. പിന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ടേസ്റ്റിന് ആവശ്യമായ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ മഞ്ഞപ്പൊടിയുടെ കുത്ത് മാറുന്നവരെ നല്ലോണം ഇളക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടാക്കുന്നതിന്. പിന്നെ ഒരു കുഞ്ഞു നുള്ള് നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് ഈ ഒരു സാധനത്തിൽ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി. വേറെ ഒന്നും വേണ്ട ചോറ് എന്നാൽ ഇത് മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മച്ചമണവും വേവാനും ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് അടച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയും കുരുമുളകും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ അത് വേവും ചെയ്യും, അധികം വെള്ളം പോലെ ആവത്തില്ല. ഞാൻ ഒരു സ്പൂണ് വെള്ളം ഒഴിക്കും കേട്ടോ മുട്ടയിൽ. കാരണം മുട്ട മാത്രം ആക്കരുത് എനിക്കിഷ്ടമല്ല. അതിനകത്ത് ഒരു സ്പൂണ് പച്ചവെള്ളം കൂടി ഒഴിക്കണം, എന്നാലേ എനിക്കത് ഇഷ്ടമുള്ളൂ അതിന് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ അടുക്കള പുറത്തിരുന്ന് ചോറ് വിളമ്പി അവിടെ ഇരുന്ന് കഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് കാഴ്ച കണ്ട് കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ഇരുന്നിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചോറ് എനിക്ക് ആവശ്യത്തിന്. പിന്നെ നമ്മളെ കൈപ്പക്കയും പിന്നെ കായും വെച്ചിട്ടുള്ള ആ ഒരു മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുട്ടി ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും നല്ല കിടിലൻ മാങ്ങയച്ചാർ എന്ന് പറയാൻ വേറെ ഒന്നുമല്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയ മാങ്ങയച്ചാറാണ്. അമ്മ ഉണ്ടാക്കിയത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയച്ചാർ ഇതാണ് കേട്ടോ. സാധാരണ എനിക്ക് മാങ്ങയച്ചാർ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് നാരങ്ങയാണ് എൻ്റെ ഫേവറേറ്റ്, നാരങ്ങയും ബീട്രൂട്ടും. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റാണ്.
അപ്പോൾ ഇതാ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി തിന്നാൻ പോക്കാണ്. മാങ്ങ അച്ചാറും പെരക്കി തിന്നണം. ഓ, ഈ ടേസ്റ്റ് എനിക്ക് ഞാൻ അറിഞ്ഞത് വീട്ടുകൂടലിൻ്റെ അന്ന് കഴിച്ചപ്പോഴാണ് ഈ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്താ നോക്കണേ, എല്ലാം പെറുക്കി അങ്ങനെ തിന്നു. അങ്ങനെ ആ തിന്ന് ക്ഷീണന്മാർക്ക് ഞാൻ പോയിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് മിച്ചറും ഉണ്ണിയപ്പെല്ലാം എടുത്തിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ഉറക്കപ്പിച്ച് മാറണ്ടേ, ചായ കുടിച്ചാൽ ഉറക്കപ്പിച്ച് മാറും. രണ്ടുണ്ട് കാര്യം, എനിക്ക് ഉറക്ക് വരണമെങ്കിലും ഉറക്കപ്പിച്ച് പോകണ്ടെങ്കിലും ചായ കുടിക്കണം. അങ്ങനത്തെ ഒരു വികൃത ജീവിയാണ് ഞാൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഇട്ട സമയത്ത് പാലൊഴിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒഴിക്കുന്നതാണ് ഈ കണ്ടത്. അങ്ങനെ ഒരു ഗ്ലാസ്സിൽ ചായയൊക്കെ എടുത്ത്, ചായ ആകുമ്പോൾ എന്താണ് കുഞ്ഞുണ്ണിക്ക് മിക്സർ മസ്റ്റാണ്. അങ്ങനെ മിക്സറും കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഞാനൊരു കറി വെക്കുന്നുണ്ട്. ആ കറി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് സൺഡേ വ്ളോഗ് ആയതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. കറി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കറിയാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ വെച്ച് സെറ്റായി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. കാരണം ഈ കറീനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, പെട്ടെന്നാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കറി അവിടെ സെറ്റാവും, അത് പിന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കണ്ടായിരുന്നു, കണ്ടിട്ടുള്ള റിംഗ് ലൈറ്റ്. ഇന്ന് നമ്മൾ ലൈവ് പോകാൻ പോവുകയാണ്. ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ലൈവിലാണ്. സൺഡേ അല്ല, എല്ലാ ദിവസവും ലാസ്റ്റ് വീഡിയോ സൺഡേ അല്ല, എല്ലാ ദിവസത്തെയും ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ലൈവ് ആയിരിക്കും. നമ്മൾ ഇന്നത്തെ ലൈവ് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയും വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറായി, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നേക്കും ബാ. ലൈവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം 11:45 കഴിഞ്ഞ കേട്ടോ. ഞാൻ ഇത് ഫുഡ് കഴിക്കലാണ്. ഫുഡിന് ചക്കയുണ്ട്, ഉണക്ക മീൻ തേങ്ങ അരച്ച് വെച്ചതും നമ്മളെ കശുവണ്ടീനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കറി, അണ്ടി പരിപ്പിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പിനെ കൊണ്ടുണ്ടാക്കിയ കറിയുമാണ് ഇന്നത്തെ ഫുഡ്. അങ്ങനെ ആരും കഴിക്കാത്ത കോമ്പിനേഷൻ ആയിരിക്കും അണ്ടിപ്പരിപ്പിൻ്റെ കറിയും ചക്കയൊക്കെ അല്ലേ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.